പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, ഈസ്റ്റർ ദിനമായ ഞായറാഴ്ച 2025 ഏപ്രിൽ 20 ഓർബി എറ്റ് ഓർബി ടു ദ സിറ്റി ഓഫ് റോം ആൻഡ് ടു ദ വേൾഡ്, റോമ നഗരത്തിനും ലോകം മുഴുവനും ആശീർവാദം നൽകുകയുണ്ടായി. പിറ്റേ ദിവസം തിങ്കളാഴ്ച 21 അദ്ദേഹം കാലം ചെയ്തുവെന്നുള്ള വാർത്തയാണ് എനിക്ക് കേൾക്കുവാൻ ഇടയായത്. മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഒരു വാർത്തയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവാർത്ത. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. അതെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ ദിനത്തിൽ നൽകിയ സമാധാനം ലോകം നൽകിയ സമാധാനമല്ലായിരുന്നു. കത്തോലിക്ക സഭയുടെ 266-ാമത്തെ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പ പൂർണ്ണമായും തൻ്റെ സമാധാനം ലോകജനതയ്ക്ക് നൽകിയാണ് നിത്യതയിലേക്ക് വിലയം പ്രാപിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2016 മെയ് മാസം ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും റോം സന്ദർശിക്കുവാൻ നല്ല ദൈവം കൃപ നൽകിയിരുന്നു. ആ യാത്രയിൽ വളരെ ക്ലോസ്ഡായി പിതാവിനെ കാണുവാനും കേൾക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും ആ കാഴ്ച ജീവിതത്തിൽ ഒരിക്കൽ പോലും മറക്കാനാവാത്ത ഒരു ആത്മനിർവൃതി അടയുവാനും ഇടയായത് ഏറെ സന്തോഷത്തോടെ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം സൂര്യനെപ്പോലെ പ്രകാശിതപൂരിതമായിരുന്നു എന്നാണ് ഞാൻ പറയുക. അത്രമാത്രം ആത്മീയ നിർവൃതി ആ മുഖഭാവത്തിൽ ദർശിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി ഞാനും എൻ്റെ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിത്യപിതാവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു.